കാർപ്പുറത്ത് അവിടെ വരുന്നത് കേട്ടോ, ആ പച്ച നെറ്റിൻ്റെ അവിടെ. പിന്നെ ഇതിൻ്റെ കോയിപ്പുണ്ട്. ഇതാണ് ഫ്രണ്ടിലെ ലിവിങ് റൂം. ഇത് വിളക്ക് വെക്കുന്നത്. ഇതാണ് ഡബിൾ ഹൈറ്റ് നമ്മുടെ ഫാമിലി ലിവിങ്. ഇടത്ത് വശം ഒരു പേശിയുണ്ട്, ചെറുതാണ്. വലത്ത് വശത്ത് ഒരു വലിയ പേശി വരും. നേരെ ഇത് ടെമ്പററി സ്റ്റെയറാണ്. ഇവിടുന്ന് ആ സ്റ്റെയർ, ഇവിടുന്ന് വന്നിട്ട് ആ ഭിത്തിയെ കൂടെ അങ്ങോട്ട് സ്റ്റെയർ പോകും. ഇത് ഫുൾ ഡബിൾ ഹൈറ്റാണ്. മേളിൽ നിന്നും വരും കേട്ടോ. ഇത് നല്ല പേശിയാണ്. അപ്പുറത്തിൽ ബുദ്ധൻ്റെ ഇതും വാട്ടർഫോളും ഒക്കെ വരുന്നത് ആ ഭിത്തിയാണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെ ഒരു ടോപ്പ് പീസ് വിൻഡോ. ഇത് ബേ വിൻഡോ ആണ്. കിടക്കാവുന്ന പോലെ ചെയ്ത് അടി വാക്യൂം. ഇത് സ്റ്റഡി ടേബിൾ ആവും. ഇതാണ് മറ്റേ കബോർഡ്. ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ വരും. ഡോർ വന്നു കഴിയുമ്പോൾ ഇത് മുഴുവൻ കബോർഡും ഡ്രസ്സിങ് ബാത്റൂം. നല്ല കുഴപ്പമാണ്. ആ സ്റ്റെയർ കേസിൻ്റെ അടി കാണുന്നതാണ് ഓപ്പൺ കിച്ചൺ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരും ഈ ഭാഗത്ത്. ഓപ്പൺ കിച്ചൺ. അടുക്കള ഇപ്പുറത്താണ് അപ്പൂപ്പൻ്റെ ബെഡ്റൂം. 2 ജനലൊക്കെ 3 ജനലുണ്ട്. ഇതും ബേ വിൻഡോ വരും. ബേ വിൻഡോ അതായത് ഇരിക്കുകയൊക്കെ ചെയ്യാം. അവിടെ ആ സൈഡിൽ ചെറിയ ഷെൽഫ്. അതുപോലെ തന്നെ ഇവിടെ തുണി വെക്കാനുള്ള കബോർഡും ഡ്രസ്സിംഗ് റൂമും എല്ലാം. ബാത്റൂം ഇച്ചിരി ചെറുതാൻ പറ്റുമെന്ന് വെച്ച് നോക്കുമ്പോൾ. ഇതാ അതിൻ്റെ ഫാമിലി ലിവിങ് ആണ് അതിൻ്റെ ഏറ്റവും വീടിൻ്റെ ഹൈലൈറ്റ്. ഈ പറഞ്ഞ ഓപ്പൺ കിച്ചണും വരും. ഇവിടെ ഫ്രിഡ്ജ് വരും. ഇവിടെ ഗ്യാസും സിങ്കും. ഇത് വർക്കിംഗ് കിച്ചൺ. അതിൻ്റെ ഇവിടെ മറ്റേ വാഷിംഗ് മെഷീനൊക്കെ വരും. ഇവിടെ ഡിഷ് വാഷർ, സിങ്ക്, ഗ്യാസ്. പിന്നെ വെളിയിൽ ഇനി ടാക്സ് ചെയ്യുമ്പോൾ സുനിതയുടെ അടുക്കള വർക്ക് ഏരിയ ഒന്നും പിടിക്കണം. ഇത്ര സ്ഥലമുണ്ട് ഇവിടെ. ചക്കയുണ്ട്, ഉള്ളാവ, തേൻ വരിക്കാം. ഇത് എൻ്റെ ഔട്ട് ഹൗസ്. ഈ സെയിം ഡിസൈൻ തന്നെയാണ്. ഇവിടുന്ന് സുനിത ഇറങ്ങി വടന്ന് വിളിച്ച് അന്നേരം മേളിൽ നിന്ന് ഇറങ്ങി വന്നോളും. അത്ര ഓപ്പണാണ്. ഇതൊരു ടെമ്പററി സ്റ്റെയർകേസ് വെച്ചേക്കുന്ന. ഇത് പിന്നീടെടുത്ത് മേളിൽ തന്നെ കയറാൻ പറ്റും. കയറി വരുമ്പോഴേ ഒരു ചെറിയ ലിവിങ് ഏരിയ. അവിടെ ഒരു ഇതേപോലെ തന്നെ ഒരു ബേ വിൻഡോ ഒക്കെ ഉണ്ട്. അപ്പുറത്തൊരു വെർട്ടിക്കൽ ഗാർഡൻ വരും അവിടെ. പിന്നെ ഇങ്ങോട്ട് അർജുൻ്റെ സെയിം ഞങ്ങളുടെ കാലത്തിൻ്റെ സെയിം അർജുൻ്റെ. ഇതുണ്ട്. ഇവിടെ നല്ല വ്യൂ ഉണ്ടോ മേലിൽ നിന്നുള്ള? ഇതെല്ലാം ഒന്നിൽ ജാളി വർക്ക് വരും, ഇല്ലെങ്കിൽ CNC കട്ടിങ്, ലേസർ കട്ടിങ് ചെയ്ത് വരും. ഇതാ താഴത്തെ പോണ്ടിൻ്റെ ഡബിൾ ഹൈറ്റ്. മേളിലും പർവോളേൻ്റെ മൂടി വെച്ചേക്കുക തേക്കുന്നതുകൊണ്ട്. ഇതാണ് മേളത്തെ ലിവിങ് റൂം. നല്ല അത് ഒരു ബെഡ്റൂമായിട്ട് എടുക്കാം വേണമെങ്കിൽ, അത്രയും വലുപ്പമുണ്ട്. ഇത് മേളത്തെ പിന്നെ അതും നല്ല വലുപ്പമുള്ള. ഇതിൻ്റെ പകുതി ഭാഗം ഇതേപോലെ അടച്ചെടുക്കും. ഇങ്ങനെ ജാളി വർക്ക് ചെയ്ത് അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഊഞ്ഞാൽക്കട്ടിലും ഇടാം, വെയിലും അടിക്കത്തില്ല. ഇത് മോളിൽ കിച്ചന്മാരെ വീട്. അപ്പുറത്തെ പണി നമ്മുടെ ഇട്ട് നില താഴത്തേക്ക് താഴേന്ന് വരുന്ന സാധനം. ഇത്ര സ്ഥലമുണ്ട് ഫ്രണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ കുറച്ച് പച്ച നെറ്റ് വരുന്നത്.
സ്റ്റെയർ കേസ് ആ താഴത്തെ ഇവിടുന്ന് കയറി ആ അടുക്കളയുടെ മറ്റേ ഇതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് കയറും. ഇതേ നമ്മൾ കയറി വരുന്നത്. ഇത് കുഞ്ഞാപ്പൻ്റെ ബെഡ്റൂം, അച്ഛൻ്റെ ബെഡ്റൂമിൻ്റെ നേരെ കിട്ടും. അവനിച്ച് ജനല് കൂടിപ്പോയി എന്നുള്ള പരാതിയാണ്. ഇതൊരു മറ്റേ നമ്പർ ടൈം അടച്ച് ഒരു ജിം അതേപോലെയൊക്കെ എടുക്കാം. ഷീറ്റിട്ട് ടെറസാണ് ബാക്കിലെ. മറ്റേ സ്റ്റെയർ കേസ് കൊണ്ടുവന്ന് വെക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ആ അറ്റം മേളിൽ നിൽക്കുന്നില്ലേ അവിടെ കൊണ്ട് വെക്കും. അപ്പോൾ ഈ ആ ഇടയിൽ സ്റ്റെയർ കേസ് ഇരുന്നോളൂ.